മഞ്ചേരികുളം എന്ന് പറഞ്ഞാൽ മഞ്ചേരികുളം നമ്മൾ ചെട്ടിപ്പണനെ വേറെ ഏതോ ആവൂല. ഗ്യാരണ്ടി നമ്മൾ തോട്ടത്തിൽ നമ്മൾ തന്നെ പോയി കൊണ്ടിട്ടുണ്ട്. മറ്റേത് ചില എന്താ വെച്ചാല് ഏഹ്, തേനി മറ്റേ അങ്ങനത്തെ നേന്ത്രകളൊക്കെ വെച്ചാൽ മഞ്ചേരികുളത്താണ് വെക്കുന്നത്. ഈ സാധനം നമ്മൾ മഞ്ചേരികുളം പറയുമ്പോൾ കറക്റ്റ് 5-5.5 മാസം കൊലച്ച് 8 മാസം മുതൽ കൊല വെട്ടാം. ഈ തേനി അതിലേറെ കുറച്ച് വലിയ കുള്ളനാണ്. പക്ഷെ എന്താ വെച്ചാല് 6 മാസമൊക്കെ ആവും. ഇത് എന്ത് വില കൊടുക്കുന്ന? ഇതിപ്പോ നമുക്ക് ഇതിന് ആഴ്ച ഈ ബിൽക്കിന് ഓർഡർ ഇല്ല. അങ്ങനെ അടുത്ത വണ്ടി നാളെ ഉണ്ട്. അത് ഇങ്ങനെ എന്താ വെച്ചാല് ചില്ലറ നമ്മൾ 30 വെക്കുന്നുണ്ട്. മുപ്പതിന് കൊടുക്കുന്ന. കാരണം മഞ്ചേരിക്കുളം നമ്മൾ കർണാടക പോയി കണ്ട് നമ്മള് തോട്ടം കണ്ട് പറിച്ച് രണ്ടാള് പോയി അവിടെ 2 ദിവസം നിന്നിട്ട് ആയി വരുമ്പോ നമുക്ക് ആ ചെലവ് വരും. ആ സ്ഥാനത്ത് നമ്മൾ തമിഴ്നാടിന്റെ ബുൾച്ചറ വണ്ടിയോടെ വരും. ഇതൊക്കെ വെച്ചാൽ തോന വേണ്ടത് കുറയിട്ടാ. ഈ ചില്ലറ വിൽക്കേണ്ടി ഒന്നൊക്കെ ആകുമ്പോ 30, 10 300 അങ്ങനെ തന്നെ പോവാം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ലിയാ ഗാർഡൻ. നമ്മൾ ലൊക്കേഷൻ ഒന്നും പാക്കല്ല. കോട്ടക്കൽ പെരുന്തമണ്ണ റൂട്ടിൽ ആ നെല്ലുള്ളിയുടെ സ്റ്റോപ്പ് റോട്ടിൽ തന്നെ. വേറെ എങ്ങോട്ടും പോക്കറ്റ് റോഡും തീരാനില്ല. ഈ കോട്ടക്കൽ പെരുന്തമണ്ണ റൂട്ടിൽ നമ്മൾ ഡെന്റൽ കോളേജ് കഴിഞ്ഞ് കോട്ടക്കൽ തരുമ്പോൾ ഡെന്റൽ കോളേജ് കഴിഞ്ഞ് 300 മീറ്റർ, പെരുന്തമണ്ണ തരുമ്പോൾ ചട്ടിപ്പുറം അങ്ങാടി കഴിഞ്ഞ് 300 മീറ്റർ. പുതിയ ഐറ്റംസ് എന്താണെന്നുള്ളത്? പുതിയ ഐറ്റംസ് നമ്മൾ വന്നത് ഇതൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ പ്ലാവ് ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. കമ്പോഡിയ ചെറുത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എന്താ വെച്ചാല് ഈ തിങ്കളാഴ്ച കാസർഗോഡ് പോകാനായി. അപ്പൊ ബുക്കിംഗ് ഏകദേശം അങ്ങനെ ഉണ്ട്. കുറച്ച് എന്തെങ്കിലുമൊക്കെ ചില്ലറ വേണ്ടവർക്കൊക്കെ അതിൽ മുഴുവനാക്കി ബുക്ക് ചെയ്യാൻ മാത്രം. കാസർഗോഡ് ഈ തിങ്കളാഴ്ച. ഇന്നിപ്പോ ഡേറ്റ് ഇന്നിപ്പോ വ്യാഴായി. വെള്ളി, ശനി, ഞായർ, തിങ്കൾ. അപ്പൊ രണ്ടാം തീയതി. ഇന്ന് 2-ാം തീയതി. അപ്പൊ 6-ാം തീയതി. 6-ാം തീയതി പോലെ. കടവണ നല്ല അടിപൊളി വിയറ്റ്നാം 350 റുപ്യുള്ളൂ. 350 റുപ്യ വിയറ്റ്നാം. നല്ല വിയറ്റ്നാം, സൂപ്പർ വിയറ്റ്നാം. അതേമാതിരി AVRക്കൊക്കെ 200 നല്ല സാധനം എത്തിയിട്ടുണ്ട്. 200 റുപ്യക്ക് AVRക്ക് നല്ല തൈ. AVRക്ക് ഏറ്റവും നല്ല തെക്കാറിന് ബ്രാഞ്ചസ് ഒക്കെ നല്ല തൈകൾ. പിന്നെ കമ്പോഡിയ അത് 250 ഉള്ളൂ. കമ്പോഡിയൻ ഓറഞ്ച് ജാക്ക്. പിന്നെ തേൻവരിക്ക 150 റുപ്യക്ക് അടിപൊളി തൈ. നല്ല ബ്രാഞ്ചസ്, നല്ല തൈയാട്ടോ. നല്ല തൈകളാണ്. തേൻവരിക്കൊക്കെ എത്ര വർഷം പിടിക്കും? തേൻവരിക്ക ശരിക്കും 3 കൊല്ലം. 3 കൊല്ലോ? ഇത് 1.5 കൊല്ലം കൊണ്ട് കഴിക്കും. കമ്പോഡിയന് 1 വർഷം. AVRക്ക് 4 കൊല്ലം. ആ സ്ഥാനത്ത് സിദ്ധു ആണെങ്കിലും 4 കൊല്ലം. 4 വർഷം എടുക്കും. ഡാങ്സൂര് 2 കൊല്ലം കൊണ്ട് കഴിക്കും. 2-2.5. നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി ആണല്ലോ. അതെ. ഗംബ്ലസ് 3 കൊല്ലം. പിന്നെ വിയറ്റ്നാമിന്റെ റെഡ് ഉണ്ടെങ്കിൽ കുറച്ച് വലുത് എത്തിയിട്ടുണ്ട്. വിയറ്റ്നാമിന്റെ റെഡ് എന്ത് വില കൊടുക്കാം? 800. അത്യാവശ്യം വലുപ്പമുണ്ടല്ലോ അല്ലേ? നല്ല. അതിന്റെ ചെറുതുണ്ട് നമ്മൾ സാധാ 150ഉം. അതിന്റെ ഇടയിൽ 350 പുതിയ എത്തിയുണ്ട്. ഇവിടെ എന്താ ഇതൊക്കെ വിയറ്റ്നാമിന്റെ റെഡ് 350 രൂപ. പിന്നെ വലിയ നല്ല അടിപൊളി തൈ സൂപ്പർ ക്യൂൺ എത്തിയിട്ട് 500 റുപ്യക്ക്. സൂപ്പർ ക്യൂൺ നല്ല തൈയാട്ടോ. സൂപ്പർ ക്യൂൺ 700ന്റെ തൈയൊക്കെ 500 റുപ്യ. അത്യാവശ്യം വണ്ണുള്ള തൈ. നല്ല തൈ സൂപ്പർ ക്യൂൺ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കോട്ടൂർകോണം നല്ല വലുത് 800 ഉള്ളൂ. കോട്ടൂർകോണം 800, മൂവാണ്ടൻ 800. നമ്മളെ കാലാപ്പാടി കാലാപ്പാടി ഇനി 800 നമ്മൾ വേറെ കാണിച്ചു തരാം. ഇത് 1200 ഇപ്പൊ നമ്മളെ ഓഫർ ഇട്ട 1000 കേട്ടോ. 1200 ഇതിൽ തന്നെ 1500 ഉണ്ട് കേട്ടോ. നല്ല വലിയ സൈസുകളും കാണാം. നമ്മൾ 1000 രൂപ എടുക്കുന്നത്. 1000 റുപ്യക്ക്. ഇത് നല്ല ബുഷ് തൈ, നല്ല ബുഷ്, നല്ല കടവണ്ണ, നല്ല ബെഡ്. അപ്രോച്ച് ഗ്രാഫ്റ്റ് അല്ല, ഇനി ഇതിലും വലുതുണ്ട് 1500. അതാ നമ്മൾ 1200 ആക്കിയിരിക്കുന്നത്. കോട്ടൂർകോണത് അതൊക്കെ കണ്ടില്ലേ? കോട്ടൂർകോണതാ. പിന്നെ ബ്ലാക്ക് ആൻഡ് റോസ് ഉണ്ട്. നല്ല തൈ 800, അതായത് 800 ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ നമ്മളെ ഓഫർക്ക് വേണമെങ്കിൽ നോക്കിയാൽ 10 7 റുപ്യ അതിക്കൊക്കെ 800 കോട്ടൂർകോണം എടുക്കാം. ബ്ലാക്ക് ആൻഡ് റോസ് മാവന്നെ 1000 ആണ്. 1000 രൂപ. സിന്ദൂരം പുതിയ എത്തി 800 ഉള്ളൂ. പ്രിയൂര് ഇത്ര വലുത് 800. പച്ചയില നമുക്ക് പച്ച വലിയ പുളിയില്ലാത്ത മാങ്ങ ഇതാവൂലേ? ഇത് എത്ര രൂപ? അത് 1000. ബ്ലാക്ക് ആൻഡ് റോസ് അങ്ങനെ കിട്ടലില്ല. അത്ര വലുത് ചില ടൈമിൽ ഉണ്ടാവില്ല. നല്ല കടവണ്ണുള്ള വലിയ മരാട്ടത്. പിന്നെ നമ്മളെ 420 അടിച്ചിനെ തോത്താപുരി. തോത്താപുരി ഇത്രയും വലുത് 500 ഉള്ളൂ. 500 രൂപയ്ക്ക് സൂപ്പർ തൈകൾ. തോത്താപുരി പുതിയ. പിന്നെ നല്ല അടിപൊളി മൂവാണ്ടൻ നല്ല തൈ 500 റുപ്യ. 500 രൂപ. ഇനി വേണ്ട 500 250 പൂട്ട് വേണ്ടൊക്കെ പൂട്ട് കൊണ്ട് മൂവാണ്ടോ എന്താ 250 ചെറുതാവുന്നുള്ളൂ. തൈ കുറച്ച് ചെറുത്. ഫ്ലവർ ആയിട്ട് എന്താ വേണ്ടപ്പോ പൂവ് വരുന്ന ടൈമാണ്. പിന്നെ നമ്മളെ ഇതൊക്കെ ഐറ്റംസുകൾ ഇങ്ങനെ സപ്പോട്ട എത്തിയത്. പിന്നെ വലിയ സബാറമാണ്. ഇപ്പൊ ഇന്നലെ നമ്മള് വീട്ടിൽ നിന്ന് കുറച്ച് ഇട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോ 2-3 ഇപ്പൊ പോയി. കുറച്ച് വലുത് 250 കൊടുക്കുന്ന 250 റുപ്യക്ക്. ഇതൊക്കെ 250. സബാറ നല്ല വലുത് 2500 റുപ്യ. ഇതിന്റെ വണ്ണം കണ്ടില്ലേ? സൂപ്പർ തൈയാണ്. ഇതിനെ ഇതൊക്കെ കണ്ട എത്ര പ്രായമായിട്ടുള്ളതാ? എന്താണ് ഇത് 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞു. നല്ല അടിപൊളി തൈയാണ്. ഇനിയിപ്പോ 2 വർഷം വെയിറ്റ് ചെയ്താ? ഇനി 2 വർഷം കൂടി. അടിപൊളി തൈ. എത്ര രൂപ കൊടുക്കുന്ന? 2500. നല്ല ഇതിന്റെ ബാക്കിലൊക്കെ വേണമെങ്കിൽ കാണാം. അതിലേറെ കുറച്ച് കടവണ്ണുള്ളത് അവിടെ ബാക്കിൽ ഇതാ
അടിപൊളിത്താക്കണ്ട സൂപ്പർ തയ്യണ്ടി ഓ അടിപൊളി തൈകളെ. ചുരുക്കിൽ ഇങ്ങനെ പിന്നെ സംഭവം 2500 സൂപ്പർ രൂപ. തൈകൾ. പിന്നെ എസ്കാലേറ്റ് നമ്മളെ വിലയാണ് അതാ വലിയ വിലക്ക് വന്ന 14 രൂപ സാധനം ഇതാ ആ 14 അച്ച് കായുണ്ടായിരുന്നു 14 രൂപ ഇനിയിപ്പോ നോക്കണ്ട എന്തെങ്കിലുമൊക്കെ അത് ഒരു പകുതി വിലക്ക് കൊടുക്കാം. അതിൽ കൊടുക്കാം. ആ കാരണം വെച്ചാൽ അത് വലിയ വിലക്ക് ആദ്യം വാങ്ങിട്ടേ അന്നത്തെ ഈ പെട്ട കുറച്ച് സാധനം ഇങ്ങനെ കിടക്കുന്നുണ്ട് മരമുന്തിരി. റെഡ് ഹൈബ്രിഡ് ഇപ്പൊ നമ്മളൊക്കെ എപ്പോൾ ഉള്ളത് കായുള്ള 3ന്റെ ഉള്ളത് കുറഞ്ഞില്ല 2.5 നമ്മൾ 1.200 ചിലപ്പോൾ വരുന്നുണ്ട് പക്ഷെ ഉറപ്പില്ല. നമ്മളെന്താ വെച്ചാൽ അതിനായിട്ട് പണം പോയി വെക്കൂല. ഏതെങ്കിലും ട്രിപ്പ് കിട്ടുമ്പോ അങ്ങനെ പോലാണ് ആ ഭാഗത്തേക്ക് അപ്ലൈ കൊണ്ടുള്ളൂ. പിന്നെ ഡയമണ്ട് വേർ കുറച്ച് വേണമെങ്കിൽ കുറച്ച് 1500-നും 350 500-ലൊക്കെയാണ് ഡയമണ്ട് വേർ. പിന്നെ ബനാന സപ്പോർട്ട് ഉണ്ടല്ലേ അല്ല കായുള്ള 1500 റുപ്യ ഉള്ളൂ. ബനാന കായ വന്നത് അല്ലേ? ബനാന കായായി വന്നത് ഇതിന് ചേർത്ത് 1000-ന്റെ ഉണ്ട്. പക്ഷെ 1000-ന്റെ കായല്ല നമ്മളെ ഓഫർ ഇട്ടില്ലേനോ നമ്മളിപ്പോ കായല്ലേ കായലിലൊക്കെ തെരഞ്ഞു പോയി. പിന്നെ ബ്ലാക്ക് ലീഫ് ഏറ്റവും ചെറുത്ത് നമ്മൾ 800 ആ റേറ്റ് തന്നെ. ബ്ലാക്ക് ലീഫ് ഇവിടെ. ആ ബ്ലാക്ക് ലീഫ് 800 പറഞ്ഞാൽ നമ്മളിപ്പോ ഈ വലുപ്പം തന്നെ വരുള്ളൂ. അതാണ് ഇപ്പൊ 800-ന്റെ. പിന്നെ 1500-ന്റെ ഉണ്ട് കുറച്ച് വലുത്. പിന്നെ 2500 പിന്നെ 8000 ഒക്കെ നമ്മളെ പെരീത്ത്. ഈ ഫ്ലവർ വന്നത് ഏതാത്? അത് എഡോ സ്റ്റാർ. എഡോ സ്റ്റാർ. ഈ എഡോ സ്റ്റാർ എത്ര കൊടുക്കുന്ന? എഡോ സ്റ്റാർ അത് നമ്മള് വേണമെങ്കിൽ ആ സൈസ് വേണമെങ്കിൽ കുറച്ച് ദിവസം വേണമെങ്കിൽ ഓഫർ ഇടാം. 1500 1200 ആക്കിയാൽ മതി. ഏറ്റവും ചെറിയ എഡോ സ്റ്റാർ 500 വരും. അങ്ങനെ എഡോ സ്റ്റാർ 500-ന്റെ 500 നല്ല തൈ തന്നെയാണ്. സൂപ്പർ തൈ തന്നെയാണ്. 500 ഇതൊക്കെ 500 കണ്ടില്ലേ വലിപ്പം. ഇത് നമ്മൾ കൊടുക്കുമ്പോ ഓഫർ എത്ര കൊടുക്കുന്നത്? 1500 1200 കൊടുക്കാം. പുതിയത് എത്തിയത് നമ്മൾ അതിന്റെ 50 റുപ്യ മെലസ്റ്റോമ. പിന്നെ അതിന്റെ വൈറ്റ് ഉണ്ട് 60 അതോ 50 കിട്ടിയാൽ മതി വൈറ്റ്. സീഡ്ലെസ് ലെമൺ ഇതാ കുറച്ച് വില ഉണ്ട് കുറച്ച് വലുത് 1000 റുപ്യൊക്കെ ഉണ്ട് കേട്ടോ. അത് വലിയ എന്താ വെച്ചാൽ ഒരാൾ ഓർഡറിന്റെ ആയപ്പോ അങ്ങനെ എടുത്തു പോകുന്നതാണ്. പിന്നെ ചൈനാഡോള് ചട്ടിയിലുണ്ട് 150 റുപ്യക്ക് നല്ല നല്ല ബുഷാക്കി നിർത്തിയിട്ടോ. 150 റുപ്യ ചട്ടിയിലുള്ളത്. കുറച്ച് വണ്ണുണ്ട് കുറച്ച് ബുഷാക്കി ഇങ്ങനെ വെട്ടി കൊടുക്കുന്നതാണ്. ആ സ്ഥാനത്ത് നമ്മൾ 250-ന്റെ ബ്രാൻഡ് കവറിലുണ്ട് 150 റുപ്യ ഉണ്ട്. 150 രൂപ. അതൊന്നായിട്ട് നമുക്ക് പോകമില്ലൊന്നായിട്ട് നമുക്ക് വരാണ്ട് കേട്ടോ. ലോഡ് വരുന്നുണ്ട്. അത് ഒന്നും കൂടി മഴ നിന്നിട്ട് കൊണ്ടുവരാച്ചില്ല അല്ലെങ്കിൽ കായ് പോകും. മഴ ബോഗംബില്ലൊക്കെ അങ്ങനെ പ്രശ്നം മഴ നമ്മൾ കാശ് പോകും. ഈ ഡ്രമ്മിലുള്ള മാവ് ഏതാ? നമുക്ക് നാംഡോക്കി കാലാപ്പാടി കാട്ടിമൂണ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇതിപ്പോ അടുത്ത പ്രാവശ്യം തന്നെ ഫ്ലവർ ഒക്കെ വരാൻ ആ സാധ്യത വരും വരും വരും. നല്ല കടവണ്ണൊക്കെ നല്ല മരം. 2500 ട്രമ്പൊക്കെ 2500 2500. അപ്പൊ ഇതിന്റെ കവറില് വേറെ ഇതിന്റെ ചെറുതിന്റെ കവറിൽ നമ്മളെ 800 500 കൊണ്ടുള്ള 2500-ന് അടിപൊളി മരം കേട്ടോ. ആ നല്ല ബുഷ് കടവണ്ണുള്ള സൂപ്പർ മരങ്ങളാണ്. അടുത്ത വർഷം ഈ വർഷം കായ്ക്കേണ്ട പുലാസാമാണ് ഉണ്ട്. കാരണം കുറച്ച് വലുത് മൂപ്പുള്ളത് 3500 നല്ല വലുത് കണ്ടില്ല. നല്ല വണ്ണുള്ള വലിയ വലിയ മൂപ്പുള്ള വലിയ വലിയ തൈകൾ ഇതൊക്കെ കണ്ടില്ല. നല്ല നല്ല പുഷായത്. ഇപ്പൊ നമ്മളിപ്പോ പൂട്ട് വേണമെങ്കിൽ പുലാസ ഇപ്പൊ പൂട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെ പെരിയിൽ ഉള്ള സ്റ്റോക്കിലൊക്കെ വലുതിലൊക്കെ പൂ വരല് തുടങ്ങി. ഇതൊക്കെ ഇതാ വലുത് നല്ല വലുത് കുറച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല വണ്ണുള്ള നല്ല വലുത്. ഓഹോ സൂപ്പർ പറയാനുള്ളല്ലേ. ഇത് വലിയ മരം. വേറുണ്ട് 7 റുപ്യ ഉണ്ട്. 7000 രൂപ. 7000 റുപ്യക്ക് എന്നാൽ ലാഭമാണ്. കാരണം ഈ സാധനം ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഇതിന് നമ്മൾ 7 റുപ്യക്ക് എന്നാൽ ഉദ്ഘാടനത്തിനും വേണ്ടി കായലിൽ കൊടുന്നീനല്ലോ ഇതാക്കി വിറ്റാണ് ആള് കെട്ടിച്ച് സാധനം വിറ്റാണ്. ഇത് ഈ 2 3 4 ഈ സൈസ് 2 3 4 ഉണ്ട് വിൽക്കാത്ത. ഇത് നമ്മളിപ്പോ പുതിയ വന്നത് ഇത് പെരീത്തിനൊക്കെ ഫ്ലവർ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് പ്രായമായ മരം അല്ലേ? നല്ല നല്ല ഇതാണ് പേട്ടുകായ് കഴിഞ്ഞാണ്. കാരണം ഇതിൽ പേട്ടുകായ് ഇല്ല. കാരണം ആദ്യത്തെ പുലാസാൻ എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മളിപ്പോ ഒരു 500-ന്റെ തൈ വെച്ചാല് കറക്റ്റ് 2 കൊല്ലം കഴിഞ്ഞ് 3-ാം കൊല്ലം കായ്ച്ചു. അത് പൂട്ട് പോകും. 3-ാം കൊല്ലം പൂട്ട് പോകും. 4-ാം കൊല്ലം കായ പിടിക്കും. 4-ാം കൊല്ലം കായ പിടിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഉള്ളിൽ പേട്ടുകായേക്കരാം. 5-ാം കൊല്ലം പേട്ടുകായേക്കരാം. അങ്ങനെ 6 കൊല്ലൊക്കെ അങ്ങനെ പുലാസാൻ കേട് കഴിഞ്ഞ് കിട്ടും. ഇത് ശരിക്കും പഴം കിട്ടാൻ തിന്നാൻ കിട്ടും. ഒരേ തജ്ജുകൊണ്ട് വെച്ചാല് സാധനം വലുത് ക്ഷമയില്ലാത്തവർക്ക് വലുത് വേണം കൊണ്ടുവച്ചാല് ഈ കൊല്ലം തന്നെ കഴിക്കാം അല്ലേ? ഇത് പഴുത്ത് ഈ കഴിക്കാം. സീസണിൽ തന്നെ തിന്നാൻ കിട്ടും. അപ്പൊ നമ്മൾ എത്ര രൂപക്ക് ഇത് ലാസ്റ്റ് പറഞ്ഞു? അത് 7 റുപ്യ ഉണ്ട്. 7000 രൂപ. 7000 രൂപക്ക് പുലാസാന് ഈ പ്രാവശ്യം കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഇതാ നല്ല മരങ്ങൾ ഒരു 2-3 പീസ് ഒതുക്കണ്ടേ. എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. 500-ന്റെ പുലാസാണ് ഉണ്ടല്ലേ നല്ല തൈകള്. പിന്നെ അതിന്റെ വലുത് നമ്മൾ 700-ന്റെ 980 നമ്മളൊരു ഓഫർ ഇട്ടാണ് 700 പറഞ്ഞേക്കാണ്ട്. പിന്നെ ലൂബി ലൂബി പൂത്തുകൊണ്ട് ഒക്കെ പൂവിന്റെ ടൈമാണ് ഇപ്പൊ പൂ നിൽക്കുന്നതാ. പിന്നെ ഇതാണ് നമ്മളെ NR-ന്റെ പിന്നെ ഈ വലിപ്പം വരുള്ളൂ. ഉമർ ലൂബിക്ക് എത്ര കൊടുക്കാം? ഉമ്മർ ലൂബി 700 700 രൂപയ്ക്ക്. ചെറിയ തൈ ഉണ്ട് 500-ന്റെ
മണികൾ ഈ കാണിക്കാം. ഫ്ലവറിലൊക്കെ പിന്നെ ഈ ഫ്രൂട്ട് എന്താണ് വരില്ലേ? അല്ലേ? അതൊക്കെ ഒക്കെ വരുന്നതാ, ഒക്കെ വരുന്നതാ ഇല്ലേ. അതിലെല്ലാം ഫ്ലവർ വന്നിട്ടുണ്ട്. പിന്നെ റംബുട്ടാൻ സീസറൊക്കെ ഉള്ള കാണുന്നത്, ഇതൊക്കെ എന്തെങ്കിലും കൊടുക്കുന്ന? ടീച്ചർ നമ്മൾ 1200 ഇട്ടീനി. എന്തെങ്കിലും ഓഫർ ഇട്ട് കൊടുക്കാൻ പറ്റത്? 1200 നമ്മൾ അന്നത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് സ്റ്റോക്ക് കൈയോളം വേണമെങ്കിൽ 1000 കൊടുക്കാറുണ്ടേനു. ആയിരത്തിന് കൊടുക്കാം. ഇതിനും വലുതുണ്ട്, പിന്നെ അത് 2000 ഒക്കെയാണ് ഡ്രാഗന് നമ്മളെ തൊടുവില്. ഇപ്പോഴും മധുര ഇപ്പോഴും പഴം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വലുപ്പം, നല്ല 1 കിലോന് 1.100 ഉണ്ട് വലുപ്പായം. പിന്നെ സാധാ കിങ്ങാണ് വലുത്, വലിയ കഷ്ടം 100 റുപ്യ ഉള്ളൂ. അതിന്റെ കമ്പോ നമ്മളെ വീട്ടിൽ പറയുന്നതിന്റെ കമ്പ് എത്ര വില വരുന്നത്? അത് നമ്മളിങ്ങനെ കഷ്ണത്തിന് 100 റുപ്യ. 100 രൂപ. ആ, ഇത് എത്ര? ഇത് വലിയൊരു കഷ്ണം 100 റുപ്യ. 100 രൂപ. ആ. പിന്നെ മുളകൊക്കെ ഉണ്ടല്ലോ തൈകള് ചെറുതൊക്കെ. മുളക്, ചുവന്ന വെണ്ട, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്തെല്ലാം കൊടുക്കാത്? മുളക് എന്താ വെച്ചാൽ എല്ലാം വരുന്നുണ്ട്. നമ്മളെ 3 റുപ്യന്റെ ഹൈബ്രിഡുകളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. മുളക്, വൈതന, വെള്ളക്കാന്താരി, പച്ചക്കാന്താരി, വയലറ്റ് മുളക്, കോടാലി മുളക്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് സപ്പോർട്ട്, അത് പുതിയ വെറൈറ്റി വന്നപ്പോൾ ബ്ലാക്ക് സപ്പോട്ട 500, ബ്ലാക്ക് സപ്പോട്ട. പിന്നെ നമ്മളെ ഹൈബ്രിഡ് കറിവേപ്പ് കുറച്ച് എത്തിയിട്ടുണ്ട് 100 റുപ്യ. 100 രൂപ. ആ. പിന്നെ ഈ മാവ് ഏതാണ്? കസ്തൂരി. കസ്തൂരി 200 രൂപ കൊടുക്കുന്ന. കസ്തൂരി നമ്മൾ ആദ്യം നിലവില് ഉണ്ടായിട്ട് തന്നെയാണ്. അത്തി അതില് ഫ്രൂട്ട് വന്നിട്ടുണ്ടോ അല്ലേ? വന്നിട്ടുണ്ടല്ലോ. ഷോ ഉള്ളൂ. ഫാൻസിയാണ്. എന്ത് വില? 100 റുപ്യ. 100 രൂപ. സാധാ നമ്മളെ ഇസ്രായേൽ നല്ല നല്ല ഇത് പിന്നെ അറേബ്യനും ഇസ്രായേലൊക്കെ വേറെ സൈസ് ഉണ്ട്. അത് 100 തന്നെ ഉള്ളു. നല്ല എന്താ ചെറു കവറ്. അതിന്റെ വലുതാകുമ്പോൾ 250 ആവും. പിന്നെ മൾബറി 250, ബ്രസീലും പാകിസ്ഥാനൊക്കെ ഉണ്ട്. ഫാഷൻ ഫ്രൂട്ട് വയലറ്റ് എത്തിയിട്ടുണ്ട്, 3 100. വയലറ്റ് അല്ല, അത് വയലറ്റ് അല്ല, ശരിക്കും റെഡിന്ന് കുറച്ച്. പിന്നെ അതേമാതിരി കുരില്ലാത്ത, നല്ല പച്ചയിൽ കുരില്ലാത്ത നല്ല മുന്തിരി എത്തിയിട്ട് 40 റുപ്യ. നമ്മളെ ബാംഗ്ലൂർ പപ്പായ, കടച്ചക്ക ബെഡ്, പിന്നെ അങ്ങനെ പുതിയ സാധനങ്ങൾ വന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് നമുക്ക് അവിടെ ഒന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. റെഡ് ചാമ്പലിലെ വെറൈറ്റീസ് ഏതൊക്കെയാണ്? ചാമ്പിയിൽ നമ്മള് സാധാ തായ്ലാന്റ് റെഡ് മതിക്ക് 100 റുപ്യ. ഇതായ്മ വെരിഗേറ്റഡ് എന്നൊക്കെ ഉണ്ടല്ലേ, വെരിഗേറ്റഡ് അത് 100 റുപ്യനുള്ളൂ. ബാലി, ദൽഹരി, ഉമ്മർ ചാമ്പ, ബാലി ഡൽഹിയൊക്കെ 250. ഉമ്മർ 300. ഉമ്മർ ഒറിജിനൽ ആണ്, 300. ഉമ്മർ തന്നെ നമ്മള് ഈ 150 സാധനം വരുന്നുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷെ അത് നമുക്ക് നമ്മൾ ഒറിജിനൽ പറയില്ല, സാധനം ഉണ്ട്. മാവും തൈകളൊക്കെ എത്ര കൊടുക്കുന്നത്? മാവ് നമ്മളെ ചക്കപ്പത്ത ആ സൈസ് ഒക്കെ 250. തറക്കാക്കിര നല്ല സൈസ്. പിന്നെ അതേമാതിരി വലിയ ജപ്പാൻ കായലുണ്ട്, വേണമെങ്കിൽ 1000 ഉണ്ട്. അതേമാതിരി ജാർവി റെഡ് കായ പിടിച്ച വലുതുണ്ട്. ജാർവി കുറച്ച് വില ഉണ്ട് കേട്ടോ. ജാർവി കായുള്ള കുറച്ച് വലുത് കഴിഞ്ഞു. അതായത് ബ്രാഞ്ചസ്, അതായത് കുറച്ച് നല്ല അടിപൊളി വലിയ വലിയ തൈകൾ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ വലിയ കായ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് 1500 ഉണ്ട്. അതാണ് 3 പീസ് എടുത്തിട്ടുള്ളായിരുന്നു. ജപ്പാന് സാധാ കായലിൽ അവിടെ ഉണ്ട്, മുന്നേ കാട്ടാ. ജാർവി ഇപ്പൊ പുതിയ ഇറങ്ങിയ ജാർവി റെഡ്, അതായത് ജപ്പാനിലെ അല്ലോം കൂടുതൽ കായ പിടിക്കുന്ന വെറൈറ്റി. അത് 1000. അതിന് 500 ഉണ്ട്. പിന്നെ തായ്പിങ്ക് അതാ 800, നല്ല വലുപ്പമുള്ള കായുള്ള തായ്പിങ്ക് 150 ഉണ്ടല്ലോ. പിന്നെ ഗോൾഡൻ സീത എത്തിയിട്ടുണ്ട് പുതിയത്. പിന്നെ ഇങ്ങനെ വന്നാൽ ഇവിടെ റെയിൻ ഫോറസ്റ്റ് വലുത് കുറച്ച് വലുത് എത്തിയിട്ടുണ്ട്, ഒരു 700. അതിന്റെ ചെറുത് 500. പിന്നെ ഉമ്മർ ബട്ടർ എത്തിയിട്ടുണ്ട്. ഉമ്മർ ബട്ടറിന്റെ ചെറുതുണ്ട് 350. വലുതുണ്ട് 900 വരുന്നുണ്ട്, 800 വരുന്നുണ്ട്. ഇത് നല്ലൊരു വെറൈറ്റി ഉമ്മർ ബട്ടർ എന്ന് വെച്ചാല് ഉമ്മർ ബട്ടർ പറയാൻ നമ്മളിവിടെ മറ്റ് പല ബട്ടറും വരുമ്പോ ഈ ആന്ധ്രന്നും ഇപ്പൊന്നൊക്കെ ബട്ടർ വരുമ്പോ കായ പിടിക്കൂല. അപ്പൊ ഈ ഉമ്മർ പറഞ്ഞാൽ നമ്മളെന്താ ഇവിടെ കായ പിടിക്കും. കാരണം അതിലെന്താ വെച്ചാൽ അങ്ങനെ നമ്മളെ ഇവിടെ അങ്ങനെ ചെയ്ത് വരുന്നതല്ലേ. ഏത് നമ്മളെ കാലാവസ്ഥയിൽ, ഇവിടുത്തെ കാലാവസ്ഥയിൽ നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് കാണ്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിശ്വസിച്ച സംഗതി കായ്ച്ചോലോ. എന്തായാലും 1.5 കൊല്ലം, അതായത് വലിയ തച്ചൊക്കെ വെച്ചാല് 1.5 കൊല്ലം, അല്ലെങ്കിൽ എന്തായാലും 2-2.5 കൊണ്ട് കായ്ച്ചു. അബി വലുതൊക്കെ നമ്മളിങ്ങനെ ചെറിയ രീതിമ കായകളിലൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഈ വലുത് ഇപ്പൊ നമ്മളാ പറഞ്ഞ സൈഡ് നമ്മളെ ഓഫർ ഇട്ടില്ലേനോ, ഏത് 1300 കായുള്ളത് തന്നെ കണ്ട് അതേ ലെവൽ തന്നെ. അത് തന്നെ കായ പിടിച്ചത് 1300, 1200 ഒട്ടി. കായ ഉള്ളത്, കായ ഇല്ലാത്തപ്പോ നമ്മൾ 1300 കായ വന്നപ്പോ 1200 ആക്കിയാർന്ന്. അത് എങ്ങനെ വണ്ണം നോക്കിക്കളാം. ഏതെങ്കിലും ചെറിയ ചുള്ളിക്കൊമ്പിന്റെ ഈ വണ്ണല്ല, ഇതിന്റെ വണ്ണം കണ്ടില്ലേ, അടിവണ്ണം കടവണ്ണൊക്കെ ഇങ്ങനെ ഉള്ളതുണ്ട്. 200 റുപ്യ കായല്ലേ കാണിച്ചു തരാം. ഫ്രൂട്ട് ഇതിലിപ്പോ ഫ്രൂട്ട് 2-3 കാണുന്നുണ്ട്. 2-3 അതിന്റെ ആ സൈഡൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ എല്ലാത്തമ്മിലും കായന അതാ ബാക്കിലൊക്കെ മാംഗോസ്റ്റിന് ഇതാ. പിന്നെ ശതമംഗളം നമ്മളതുണ്ട്, മോയിനഗർ, ഇൻഡസ്ട്രി കുള്ളന്,
കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കുറ്റ്യാടി, ഗംഗാമോണ്ടം മലേഷ്യൻ കുള്ളന്, ദശിമങ്ങൾ ചെറുതൊക്കെ 40 ഇഷ്ടം മുട്ടും. അതെയോ? ഭയങ്കര ബ്ലാക്ക് ആൻഡ് റോസ് ഇവിടെ ഉണ്ട്. ഇവിടൊക്കെ അതൊക്കെ അഭികായല്ല തന്നെ കേട്ടാ. കൊറേ ഒക്കെ കുത്തി ഇതാ. ഇത് നിപ്പിളാണ് സംശയമുണ്ട്. ഇത് നിപ്പിൾ ടൈപ്പൊക്കെയാണ് വരുന്നത്. ഏതോ നിപ്പിളാണ് സംശയമുണ്ട്. അബി അവിടൊക്കെ ഉണ്ട്. അബി ഇനി ഇഷ്ടം പോലെ നമുക്ക് അവിടെ ഇറക്കിയുണ്ട്, വീട്ടിൽ ഇറക്കിയുണ്ട്. അബി ഏത് നമുക്ക് ഈ ഓഫറിൽ കൊടുക്കാം? 1200 കൊടുക്കാം അല്ലേ? 1200. ഞാൻ അതിന് ചെറുത് കാണിച്ചു തരാം. ഈ സൈസ് ഇതുണ്ട്, നല്ല വണ്ണുള്ള ഇതുണ്ട്. ഇതൊക്കെ നല്ല വണ്ണുള്ളതായി. ഇത് 700 700 700 കിട്ടിയാൽ മതി. ഏതാ താഴെയുള്ളതിനുണ്ട് ഇതിൽ നോക്കാം നമുക്ക്. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ഉണ്ട് ഇറക്കിയില്. ഇതൊക്കെ തയ്യുണ്ട്, നല്ല തയ്യ. 700 നല്ല അടിപൊളി തച്ചുണ്ടാവില്ലേ? നല്ല വണ്ണുണ്ട്, അടിവണ്ണുണ്ട് ഇതിനും. 700 മണ്ണുണ്ട്. 700 പൂവും കായുണ്ട്. എന്തായാലും ഈ കൊല്ലം ഇനി ഇല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് ശരിക്ക് ഉഷാറായി കിട്ടും. കാരണം പൂ ഈ കൊല്ലം പിടിക്കണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ആ കവർത്തന ഇങ്ങനെ വെക്കണം. ഈ അബിയൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് വളമുണ്ടോ ആഷക? അബിയൊക്കെ നമ്മൾ എന്താ അധികം ആൾക്കാരും പറയുന്നുണ്ട്, നമുക്ക് എന്താ വെച്ചാല് പൂട്ട് പോവാ അല്ലെങ്കിൽ പൂടിടും. ഞാൻ പറഞ്ഞപ്പോ ഒരു പരീക്ഷ നിലക്ക് ആദ്യം എന്ത് ചെയ്യാ, ഒരു 2 ഗ്രാം ബോറോൺ എല്ലാ വളണ്ടിപ്പോലും കിട്ടും. 2 ഗ്രാം ബോറോൺ എടുക്കുക. ഒരു 4-5 ഗ്രാം ഉണ്ട് കണ്ട് എന്ത് ചെയ്യുക, കാൽസ്യം നമ്മളെല്ലാ ചെടിക്കും വേണം. നമ്മൾ ഡോളമേറ്റ് ഇടണ മാതിരി നമ്മൾ കാൽസ്യം കൊടുത്താൽ, ഡോളമേറ്റ് കൊടുക്കുക. ഡോളമേറ്റ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇത് പറയാം, കാൽസ്യത്തിന്റെ പറയാം. കാൽസ്യം 5 ഗ്രാം, ബോറോണ് 2 ഗ്രാം, 1 ലിറ്റർ വെള്ളത്തേക്കും കലക്കുക. അത് നേരെ ചോട്ടിക്കാണ് കൊടുക്കുക, വേരുമക്കാണ് കൊടുക്കുക. അപ്പോൾ പൂവും കായൊക്കെ വരും. കാൽസ്യക്കുറവും ഇതൊക്കെ അവിടെ ആയിട്ട് വരുമ്പോൾ പൂവും കായും വരും. പൂവും കായും വന്നാൽ എന്ത് ചെയ്യാ, ഉടനെ നമ്മളെ ഉറുമ്പുണ്ടോ നോക്കുക. മറ്റുമേ ഉറുമ്പ് ഉണ്ടെങ്കിൽ ആ ജമ്പ് എടുക്കുന്ന നിർബന്ധം. സാഫ് മറ്റേന്നൊക്കെ പറയും. അതുകൊണ്ട് സാഫൊക്കെ നമ്മൾ അടിച്ചാൽ ആ ഒരു ദിവസം പോകും. പിന്നെ ഉറുമ്പ് അത് വന്നിക്കാണ്ട് അതാവും. ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമ്മളിപ്പോ കൊല്ലല്ല രസമല്ല, ജമ്പല്ല വേറെ വഴിയില്ല. കാരണം നമുക്ക് തിന്നാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഉറുമ്പിനെ ഒരാളെ മേത്താക്കിയാൽ മതി. എല്ലാവരും മറ്റമ്മ മൊത്തം അടിക്കാന്നല്ല നമ്മൾ പറയണ്ടേ. ഇപ്പൊ ഇതിനും കൂടി ഒരു ചോണരുമ്പ് ഇങ്ങനെ കയറി കൊണ്ട് എടുക്കോളി. ചോണെന്ന് പറയും, നമ്മൾ പുളിയറുമ്പ് പറയും. അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒരു ഉറുമ്പിനെ പിടിച്ചുകൊണ്ട് ഒരാളെ മേത്താക്കിക്കാണ്ട് മുട്ടാൽ മതി. അപ്പൊ എല്ലാരും നല്ലതാണ്. കാരണം എല്ലാ വേറെ വഴിയില്ല. മറ്റെന്ന് വെച്ചാൽ കുറച്ച് കായ പിടിച്ചും അങ്ങനെയൊക്കെ ആവും. അപ്പൊ ഈ കാൽസ്യം ബോറോൺ കൊട്ടിയ ശേഷം കായ പിടിക്കാനുള്ള ജമ്പ് കൊടുക്കുക. ജമ്പ് കൊടുത്ത് പിന്നെ കെണിയും തൂക്കിയിടുക. ആ നമ്മളെ കാഴ്ചക്കണില്ലേ. കാരണം പിന്നെന്താ വെച്ചാൽ ഈ വലുപ്പത്തിലാകുമ്പോ ഇങ്ങനെ ഒന്ന് കുത്തും. നമുക്ക് ഇവിടെ എല്ലാം കൂടി തൂക്കിയിടാൻ കഴിയും. നമുക്ക് ഇതിമൊക്കെ ഇതിൽ വലുത് കുത്തി ചടിച്ചാണ്. കുറച്ചുകൂടി വലുതുണ്ടായി ചോട്ട് മണ്ണി നോക്കിയാൽ കാണാം. അപ്പൊ ഈ കാഴ്ചക്കണി നിർബന്ധമാണ്. ഒരു 10 സെന്റിക്ക് 1 നിലക്ക് ഒരു വച്ചാൽ മതി കെണി വെക്കുന്ന നിർബന്ധം അല്ലേ? നമ്മൾ ഈ പറഞ്ഞ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് എന്തായാലും കിട്ടും. ഇനി ഹോം ഗ്രൗണ്ടിന്റെ പണ്ടത്തെ കാഴ്ചാത്തിനും കാൽസ്യം ബോറോണും കൊടുത്താൽ മതി.